+1 ഫിസിക്സിൻ്റെ 4ാം ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ചാപ്റ്റർ 3 ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോഷൻ ഇൻ 1 ഡയമെൻഷൻ. ഗ്രാഫ് ഉപയോഗിച്ച് ചലനത്തെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോ ക്ലാസ് വഴി നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. 3 രീതിയിലുള്ള ഗ്രാഫുകളാണ് ചലനത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി നാം ഉപയോഗിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഗ്രാഫാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. എന്താണ് പൊസിഷൻ ടൈം ഗ്രാഫ്? ഇറ്റ് ഈസ് എ ഗ്രാഫ് വിത്ത് പൊസിഷൻ എലോങ് y ആക്സിസ് ആൻഡ് ടൈം എലോങ് x ആക്സിസ്. നമുക്കറിയാം, പൊസിഷൻ എന്നത് മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ്. ടൈമിനനുസരിച്ച് പൊസിഷൻ മാറുമ്പോഴാണ് അത് ചലനമാകുന്നത്. ഇഫ് ദ പൊസിഷൻ ഓഫ് എ ബോഡി ചേഞ്ചസ് വിത്ത് ടൈം, if the position of a body changes with the time, then the body is in motion. അപ്പോൾ ചലനത്തെ സൂചിപ്പിക്കാൻ വേണ്ടുന്ന നല്ല ഒരു ഉപാധിയാണ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. പൊസിഷൻ നമ്മൾ y ആക്സിസിലൂടെയാണ് എടുക്കുക. പൊസിഷൻ നമ്മൾ y ആക്സിസിലൂടെ എടുക്കുന്നു. y ആക്സിസിലൂടെയാണ് നമ്മൾ പൊസിഷൻ എടുക്കുന്നത്. y ആക്സിസിലൂടെ പൊസിഷൻ എടുക്കുമ്പോൾ ഒറിജിനൽ വൈയുടെ വില 0 ആണ്. നമ്മൾ എടുക്കുന്ന ഒറിജിനൽ വൈയുടെ വില 0 ആണ്. വൈയുടെ വില 0 ആണ്. ഈ പൊസിഷന് x1 ആണ്. ഈ പൊസിഷന് x2 ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷന് x2 ആണ്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, ഡിസ്പ്ലേസ്മെന്റ് s is equal to ഫൈനൽ പൊസിഷൻ x2 മൈനസ് ഇനിഷ്യൽ പൊസിഷൻ x1. പൊസിഷൻ y ആക്സിസിലൂടെ എടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ y ആക്സിസിൽ നിന്നുള്ള കാര്യങ്ങൾ കാരണം നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം എന്നതാണ്. പൊസിഷൻ y ആക്സിസിലൂടെ എടുത്തു എന്ന് പറയുമ്പോൾ ആ y ആക്സിസിലൂടെയുള്ള കാരണങ്ങൾ കാരണം ആ y ആക്സിസിലൂടെ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി വഴി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെന്റ് s is equal to x2 മൈനസ് x1. y ആക്സിസിലൂടെ നമ്മൾ എടുത്തേക്കുന്നത് പൊസിഷനാണ്. പൊസിഷനെ നമ്മൾ x കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. x ആക്സിസിലൂടെ നമ്മൾ എടുക്കുന്നത് ടൈമാണ്. x ആക്സിസിലൂടെ നമ്മൾ എടുക്കുന്നത് ടൈമാണ്. ഇപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് എ ഗ്രാഫ് വിത്ത് പൊസിഷൻ എലോങ് y ആക്സിസ് ആൻഡ് ടൈം എലോങ് x ആക്സിസ്. പൊസിഷനെ നമ്മൾ y ആക്സിസിലൂടെ എടുക്കുന്നു. പൊസിഷൻ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഡിസ്പ്ലേസ്മെന്റ്. പൊസിഷനുകളുടെ വ്യത്യാസമാണ്, പല സമയത്തെ പൊസിഷനുകളുടെ വ്യത്യാസമാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക. ടൈം x ആക്സിസിലൂടെയാണ് നമ്മൾ എടുക്കുന്നത്. അത്തരം ഒരു ഗ്രാഫ് കാണാം. ടൈം x ആക്സിസിലൂടെ എടുത്തു, പൊസിഷൻ x y ആക്സിസിലൂടെ എടുത്തു. O ആണ് ഒറിജിൻ. ഗ്രാഫ് ഇവിടെ തന്നിരിക്കുന്നു. ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലാക്ക് നിറത്തിലുള്ള ലൈനാണ് ആ ഗ്രാഫ്. ഇത് പോസിറ്റീവ് വെലോസിറ്റി ഉള്ള ഒരു കേസാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് നമുക്ക് കാണാം. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ യൂസസ് എന്തൊക്കെയാണ്? ഒന്ന്, ഫ്രം ദ പൊസിഷൻ ടൈം ഗ്രാഫ് വി ഗെറ്റ് ദ പൊസിഷൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് ഡിഫറെന്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈം. പല സമയത്തെയും പൊസിഷൻസ്, ഓരോ സമയത്തെയും പൊസിഷൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഈ ഗ്രാഫിൽ തിരിച്ചറിയാം. ഒരു പ്രത്യേക സമയത്തെ പൊസിഷൻ ഈ ഗ്രാഫിൽ നമുക്ക് കണ്ടുപിടിക്കാം. പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഏതെങ്കിലും ഒരു സമയത്തെ പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എക്സ് ആക്സിസ് ടൈം ആക്സിസ് മാർക്കിംഗ് ഉണ്ട്. 1, 2, 3. ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം, എക്സും വൈയും വരയ്ക്കുമ്പോൾ അതിൽ നമ്മൾ മാർക്ക് ചെയ്യും ഡിസ്റ്റൻസ് എങ്ങനെയാണെന്ന്. ആവശ്യമായിട്ടുള്ള ഒരു സ്കെയിൽ എടുക്കും. ഒത്തിരി വലിയ ഡിസ്റ്റൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒത്തിരി വലിയ സമയമാണെങ്കിൽ നമ്മൾ സ്കെയിൽ എടുക്കും. 1 സെന്റിമീറ്റർ 10 സെക്കൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സമയം എടുക്കും. ഇപ്പൊ ടൈം എടുക്കുമ്പോൾ ഇവിടെ ഇത് 0, ഒറിജിൻ 0 ആണ്. പിന്നെ 1, 2, 3, 4, 5, 6 സെക്കൻഡ്സ്
നമുക്ക് ആവശ്യമായിട്ടുള്ള സൂട്ടബിൾ ആയിട്ടുള്ള യൂണിറ്റ്സും എടുക്കാം. മിക്കവാറും നമ്മൾ SI സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ടൈമിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ആണ്. ചിലപ്പോൾ നമ്മൾ മിനിറ്റ് എടുക്കും, ചിലപ്പോൾ അവർ എടുക്കും. അതൊക്കെ ടൈമിന്റെ യൂണിറ്റുകളാണ്. ഇനി പൊസിഷന് നമ്മൾ സാധാരണ മീറ്ററിലാണ് എടുക്കുന്നത്. 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ. വലിയ വലിയ ഡിസ്റ്റൻസ് എടുക്കാൻ വേണ്ടി സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കെയിൽ നമ്മൾ ചൂസ് ചെയ്യും. 4 മീറ്റർ, 5 മീറ്റർ, അങ്ങനെ. അല്ലെങ്കിൽ 10 മീറ്റർ, 20 മീറ്റർ, 30 മീറ്റർ, 40 മീറ്റർ, 50 മീറ്റർ, അങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇവിടെ നമുക്കൊരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിനെ നമുക്ക് OA എന്ന് വിളിക്കാം. Oയ്ക്കും Aയ്ക്കും ഇടയ്ക്കുള്ളതാണ് ഗ്രാഫ്. OA ആണ്. അപ്പം ഈ ഗ്രാഫ് കൊണ്ട് എന്തെല്ലാം കാര്യമാണ് നമുക്ക് സാധിക്കുക? വി ഗെറ്റ് ദ പൊസിഷൻ അറ്റ് ഡിഫറെന്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈം. ഓരോ സമയത്തിനനുസരിച്ച്. ഉദാഹരണം പറഞ്ഞാൽ 2 സെക്കൻഡ് ആകുമ്പോൾ നമ്മൾ ആ 2 സെക്കൻഡ് നേരെ മണ്ടയിലേക്ക് വരയ്ക്കുമ്പോൾ ആ ഗ്രാഫിൽ ചെന്നത് മുട്ടിയിട്ട് വലത്തേക്ക് പൊസിഷന്റെ ആക്സിസിലേക്ക് നോക്കുക. ഇത് ഇവിടെ കൊടുക്കുന്ന റീഡിങ്, ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂ, ഒബ്സർവേഷൻ, അതാണ് ഈ സമയത്തെ പൊസിഷൻ x2. 2 സെക്കൻഡ് ആകുമ്പോൾ ഉള്ള പൊസിഷൻ എന്ന് പറയുന്നത്, ആ പൊസിഷൻ കണ്ടുപിടിക്കാൻ 2 സെക്കൻഡ് ടൈമിന്റെ അവിടുന്ന് നേരെ ഗ്രാഫിലേക്ക് വരയ്ക്കുക. ഗ്രാഫിൽ നിന്ന് വരച്ച് നേരെ പൊസിഷന്റെ ആക്സിസിലേക്ക് നോക്കുക. അതിന് കറസ്പോണ്ടിങ് ഗ്രാഫിൽ ചെന്ന് മുട്ടുന്ന ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ ഏതാന്ന് നോക്കുക. പൊസിഷൻ ആക്സിസിൽ നിന്ന് അതായിരിക്കും അതിന്റെ പൊസിഷൻ. ഇനി 6 സെക്കൻഡ് ആകുമ്പോൾ 4 സെക്കൻഡ് വരെ നീണ്ടു പോകുന്നില്ല. 6 സെക്കൻഡ് വരച്ചാൽ ഗ്രാഫ് അവിടെ വരെ ചെല്ലുന്നില്ല. 4നും 6നും ഇടയ്ക്ക് അത് നിന്ന് പോകുന്നു. 4 സെക്കൻഡ് ആകുമ്പോൾ എത്രയാണ്? 4 സെക്കൻഡ് ആകുമ്പോഴത്തേനും ഗ്രാഫിലേക്ക് വരയ്ക്കുക. 4 സെക്കൻഡിൽ നിന്ന് നേരെ ഗ്രാഫിലേക്ക് മുകളിലേക്ക് വരയ്ക്കുക. അപ്പൊ ഇവിടെയാണ്, ഈ പോയിന്റിലാണ് മുട്ടുക. നമ്മൾ നേരെ ഇങ്ങനെ y ആക്സിസിലേക്ക്, പൊസിഷൻ ആക്സിസിലേക്ക് വരച്ചു നോക്കുമ്പോൾ ഇവിടെയുള്ള വാല്യൂ, പൊസിഷന്റെ വാല്യൂ, അതാണ് 4 സെക്കൻഡിലുള്ള പൊസിഷൻ. 2 സെക്കൻഡിനും 4 സെക്കൻഡിനും ഇടയ്ക്കുള്ള ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കാം. S ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ് കിട്ടിയ പൊസിഷൻ x4 മൈനസ് 2 സെക്കൻഡിലുള്ള പൊസിഷൻ x2. അങ്ങനെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റും ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇപ്പൊ ഏതെങ്കിലും ഒരു സമയത്തുള്ള പൊസിഷൻ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. 1 സെക്കൻഡ് സമയം ഇതിന്റെ പൊസിഷൻ എവിടെയാണെന്ന് അറിയാൻ 1 സെക്കൻഡിന് നേരെ നമ്മൾ വരച്ചിട്ട് ഗ്രാഫിൽ ചെന്ന് മുട്ടുന്നു. ആ മുട്ടുന്ന പോയിന്റ്, ഗ്രാഫിലെ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ നോക്കുന്നു. അത് x1. 1 സെക്കൻഡ് ആകുമ്പോഴുള്ള പൊസിഷൻ x1. അത് എത്ര മീറ്റർ ആണ്, അല്ലെങ്കിൽ എത്ര സെന്റിമീറ്റർ ആണ്, എത്ര കിലോമീറ്റർ ആണെന്നുള്ളത് പൊസിഷൻ നമ്മൾ അടയാളപ്പെടുത്തിയേക്കണ യൂണിറ്റ് അനുസരിച്ച് പറയാൻ പറ്റും. അതാണ് ഒരു കാര്യം. ഏത് സമയത്തുള്ള പൊസിഷനും നമുക്ക് കണ്ടുപിടിക്കാം. ഇനി വസ്തു ഒരു പർട്ടിക്കുലർ പൊസിഷനിലാണ്, ഇവിടെയാണ് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമും നമുക്ക് കണ്ടുപിടിക്കാം. നേരെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാഫിലെ പോയിന്റ് കിട്ടും. ആ പോയിന്റിൽ നിന്ന് നമ്മൾ നേരെ ടൈം ആക്സിസിലേക്ക് വരയ്ക്കുക. അപ്പൊ ആ ടൈമിൽ ഈ എക്സ് എന്ന് പറഞ്ഞ പൊസിഷനിൽ വസ്തു ഇരിക്കുന്നത് ടി എന്ന് പറയുന്ന ഈ സമയത്താണ്. ഇനി ഏതെങ്കിലും ഒരു ടൈം ഇവിടെ ഈ ടൈമിൽ വസ്തുവിന്റെ പൊസിഷൻ കാണണമെങ്കിൽ നേരെ നമ്മൾ മുകളിലേക്ക് വരയ്ക്കുക, ഗ്രാഫിലെ പോയിന്റ് കണ്ടുപിടിക്കുക, ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ y ആക്സിസിലേക്ക് വരച്ച് മനസ്സിലാക്കുക. അതാണ് ആ കറസ്പോണ്ടിങ് ടൈമിലെ, ക്യാപിറ്റൽ T ടൈമിലെ പൊസിഷൻ xt. അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. ഏത് നിമിഷത്തെയും പൊസിഷൻ കണ്ടുപിടിക്കാം. അതാണ് ഈ ഗ്രാഫിന്റെ പ്രത്യേകത. അങ്ങനെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റും കണ്ടുപിടിക്കാം. ഓരോ സമയത്തും ഉള്ള പൊസിഷൻ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. അതാണ് ഒന്നാമത്തെ ഉപയോഗം. ഇനി രണ്ടാമത്തെ ഉപയോഗം, സ്ലോപ്പ് ഓഫ് ദ പൊസിഷൻ ഡയഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. ഇപ്പൊ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചെരിവാണ്. ഇത് ഒരു ലൈന്, അതിനെ ലൈൻ 2 എന്നാണ് വിളിക്കുക. അപ്പം ലൈൻ 1 എന്താ? ലൈൻ 1 ഇതാണ്, ലൈൻ 1 ഇത്, ലൈൻ 2 ഇത്, ലൈൻ 3 ഇത്, ലൈൻ 4 ഇത്. 1, 2, 3, 4 അങ്ങനെ 4 ലൈനുകളാണ് ഇവിടെ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ലൈൻ നോക്കിയേ, നേരെ കിടക്കണേ, ചെരിവില്ല.
ചെരിവില്ല. ഇത് ഈ ലൈൻ ചെരിവില്ല. അതിൻ്റെ സ്ലോപ്പ് 0 ആണെന്ന് നമ്മൾ പറയും. സ്ലോപ്പ് 0 ആണ്. സ്ലോപ്പ് 0 ആണ്. സ്ലോപ്പ് 0 ആണെന്ന് പറയും. ഒന്നാമത്തെ ലൈൻ അത് ഹൊറിസോണ്ടലാണ്, അതിന് സ്ലോപ്പില്ല, ചെരിവില്ല. ഇനി രണ്ടാമത്തെ ലൈന് ചെരിവുണ്ട്. ചെരിഞ്ഞ ലൈനാണ്. ചെരിവില്ലായിരുന്നെങ്കിൽ നേരെ കിടന്നേനെ, ചെരിഞ്ഞതാണെങ്കിൽ ഇങ്ങനെ കിടന്നേനെ. ഇങ്ങനെ ചെരിവുണ്ട്. മൂന്നാമത്തെ ലൈന് കുറച്ചുകൂടെ ചെരിവുണ്ട്, കുറേ കൂടെ ചെരിവുണ്ട്. ആ ലൈൻ ഇങ്ങനെയാണ്, കുറച്ചുകൂടെ ചെരിഞ്ഞതാണ്. കുന്ന്, മല എന്നൊക്കെ നമ്മൾ പറയുന്നത്. ചെരിവ് കൂടുമ്പോൾ വലിയ മലയാകും, ചെരിവ് കുറയുമ്പോൾ ചെറിയ മലയാകും. അങ്ങനെ ഈ മൂന്നാമത്തെ ലൈന് കൂടുതൽ സ്ലോപ്പ് ഉണ്ട്, മോർ സ്ലോപ്പ് ഉണ്ട്. ഇതിന് ലെസ് സ്ലോപ്പാണ്. ഈ നാലാമത്തെ ലൈന് മാക്സിമം സ്ലോപ്പാണ്. ആദ്യത്തെ ലൈന് 0 സ്ലോപ്പാണ്. ഇപ്പൊ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചെരിവാണ്. ഈ ചെരിവ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ചെരിവ് കണ്ടുപിടിക്കുന്നതിന് നമുക്കറിയാം, ഇവിടുന്ന് ഇവിടെ ഇങ്ങനെ നേരെ കിടക്കുന്ന ലൈന് നമ്മളിപ്പോൾ ഒരു എക്സ് ആക്സിസ് ഇവിടെ ഫിക്സ് ചെയ്യുവാണെങ്കിൽ ആ ലൈൻ ഈ എക്സ് ആക്സിസിലൂടെയാണ് കിടക്കുന്നത്. നേരെയുള്ള ഒരു ലൈന് എക്സ് ആക്സിസിലൂടെയാണ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ സ്ലോപ്പ് 0 ആണ്. ഇനി അടുത്ത ലൈൻ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണ്. തീറ്റ 1 ആണ്. എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ 1 ആണ്. ഇവിടെ തീറ്റ 1 ആംഗിൾ ഉണ്ടാകുമ്പോൾ ഇതിന്റെ ടിപ്പ് ഇത്രയും പൊങ്ങിപ്പോയി പോകും മുകളിലോട്ട്. ഈ ലൈനിന്റെ ടിപ്പ് ഇത്രയും പൊങ്ങിയിട്ടുണ്ട്. ഇവിടെ തീറ്റ 1 ആംഗിൾ ഉണ്ടായിരുന്നപ്പോ ഇതിന്റെ ടിപ്പ് ഇതുണ്ടോ, ഈ വെക്ടറിന്റെ ടിപ്പ് ഇത്രയും മുകളിലേക്ക് പൊങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഇതുണ്ട്, എക്സ് ആക്സിസിലൂടെ കിടക്കുമ്പോൾ തീറ്റ 0 ആയിരുന്നു, ടിപ്പ് ഇവിടെയായിരുന്നു. ഇനി ഇവിടുന്ന് ഒരല്പം ചെരിഞ്ഞു കഴിയുമ്പോഴത്തേനും ആ തീറ്റ ഇത്ര ആകും. ഇനി കുറെ കൂടെ ചെരിവ് വന്നു കഴിഞ്ഞാൽ ആ തീറ്റ വീണ്ടും കൂടും. ഇപ്പൊ തീറ്റ കൂടുന്നതിനനുസരിച്ച് സ്ലോപ്പ് കൂടും. എവിടുന്നുള്ള തീറ്റ? എക്സ് ആക്സിസിൽ നിന്നുള്ള തീറ്റ. ഇപ്പൊ ചെരിവ് എന്ന് പറയുന്നത്, ഇതിന് ചെരിവില്ല എന്ന സാറ് പറഞ്ഞു, ഇതിന് ചെരിവുണ്ട്, ഇതിന് പക്ഷേ കൂടുതൽ ചെരിവുണ്ട് എന്നാ പറഞ്ഞു. അപ്പൊ ചെരിവ് എന്നുള്ളത് ഈ തീറ്റയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ആ ചെരിവാണ് സ്ലോപ്പ്. ആ ചെരിവ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ലൈനെ നമ്മൾ ഏത് ലൈനിന്റെ സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്, അത് ഹൈപ്പോട്ടന്യൂസ് ആകുന്ന രീതിയിൽ എക്സ് ആക്സിസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കും സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി. ആ ട്രയാങ്കിൾ വലുതോ ചെറുതോ ആയിരിക്കാം. അപ്പൊ എക്സ് ആക്സിസുമായിട്ട് ചേർന്ന് കിടന്നാൽ സ്ലോപ്പ് 0 ആണ്. എക്സ് ആക്സിസിൽ നിന്ന് എത്ര ഉയരത്തിലാണ് വസ്തുവിന്റെ ഫൈനൽ പൊസിഷൻ, അതിനനുസരിച്ചാണ് സ്ലോപ്പ് വരുന്നത്. അത് ഈ തീറ്റയാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം അത് ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ ആണ് സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് പറഞ്ഞ ചെരിവാണ്. ആ ചെരിവ് ടാൻ തീറ്റ വെച്ച് കണ്ടുപിടിച്ചാൽ അറിയാം. തീറ്റ എന്ന് പറയുന്നത് എക്സ് ആക്സിസുമായിട്ടുള്ള ആ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. തീറ്റ കൂടുമ്പോൾ, എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ കൂടുമ്പോൾ ആ ലൈൻ കൂടുതൽ ചെരിഞ്ഞു വരും, കൂടുതൽ സ്ലോപ്പ് ഉള്ളതായിട്ട് മാറും. ഇവിടെ എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ ഈ ലൈന് കൂടുതലാണ്, അതിന് കൂടുതൽ സ്ലോപ്പ് ഉണ്ട്. അപ്പൊ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് O ബൈ അഡ്ജസന്റ് സൈഡ് A. ഓപ്പോസിറ്റ് സൈഡ് O ബൈ അഡ്ജസന്റ് സൈഡ് A. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ വലിയ ട്രയാങ്കിൾ വരച്ച് നമ്മൾ ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു. ഈ ചെറിയ ലൈനിന്റെ സ്ലോപ്പും നമുക്ക് അതുപോലെ കണ്ടുപിടിക്കാം. നമ്മൾ ഇതിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഇവിടുത്തെ സ്ലോപ്പാണ് ഈ ട്രയാങ്കിൾ തരിക. ഈ ആംഗിള് തീറ്റ എങ്കിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. അല്ലെങ്കിൽ ഈ ഭാഗത്തെ നമുക്ക് ചെറിയൊരു എക്സ് ആണ്, അതിനെ dx എന്നെടുക്കാം. ഈ ഭാഗം ടൈം എടുത്തേക്കണേ. ഇതുണ്ടോ, ഇങ്ങനെയുള്ള ഭാഗം ടൈമാ. നമ്മൾ താഴോട്ട് വരച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ടൈം എടുത്തേക്കണേ. അതിനെ നമുക്ക് dt എന്ന് വിളിക്കാം. dt ടൈം. അപ്പൊ ഇത് dt ആണ്. ഇത് y ആക്സിസിന് പാരലായിട്ടാണ് എടുത്തേക്കണേ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു നോക്കുന്നു. ഇതാണ് അതിന്റെ ഫൈനൽ പൊസിഷൻ. ഇത് നേരെ ഇങ്ങോട്ട് വരച്ചു നോക്കുന്നു. ഇതായിരുന്നു അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ. ഈ പൊസിഷനിലുള്ള വ്യത്യാസമാണ് dx. ചെറിയ
ഡിസ്പ്ലേസ്മെന്റ് ആണത്. ഒരു ചെറിയ dt ടൈമിൽ ഇവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് വസ്തു. ഈ പോയിന്റ് ഇതിനെ നമ്മൾ എ എന്ന് വിളിക്കുന്നു. എയിൽ നിന്ന് ഇതിനെ നമ്മൾ ബി എന്ന് വിളിക്കുന്നു. ബിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആണ് dx. എയിൽ നിന്ന് ബിയിലേക്ക് പോകാൻ വേണ്ടുന്ന ടൈമാണ് dt. ആ രണ്ട് സംഗതി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണിക്കാനാണ് ഈ ട്രയാങ്കിൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ തീറ്റ, എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാകുന്ന dt ആയിട്ട് ടൈം ആക്സിസുമായിട്ട് ഉണ്ടാകുന്ന ആംഗിൾ ആണ് തീറ്റ. എങ്കിൽ സ്ലോപ്പ് നമുക്ക് ഇങ്ങനെ എഴുതാം: ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് നമുക്കറിയാം ഇതാണ് തീറ്റ, ഇതാണ് തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് dx ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് dt, dx ഡിവൈഡഡ് ബൈ dt. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു dx ഡിവൈഡഡ് ബൈ dt, dx ഡിവൈഡ് ബൈ dt എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അത് വെലോസിറ്റിയാണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അത് വെലോസിറ്റിയാണ്. അതുപോലെ ഇവിടെ പോസിറ്റീവ് വെലോസിറ്റിയാണ്. കാരണം എന്നാ? ഡിസ്പ്ലേസ്മെന്റ് കൂടുവാണ്, പൊസിഷൻ വരുവാണ്, പൊസിഷൻ കോർഡിനേറ്റ് കൂടി വരുന്നു, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കൂടുന്നു. ദൂരം കുറവിൽ നിന്ന് കൂടുതലിലേക്കാണ്, ഇൻക്രീസ് ചെയ്യുക. അതുകൊണ്ട് പോസിറ്റീവാണ്. ടൈമിനനുസരിച്ച് ദൂരം കൂടുവാണ്, അതുകൊണ്ട് പോസിറ്റീവാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചെറിയ ഈ ടൈമിലായിരുന്നപ്പോൾ, ഇവിടുത്തെ ടൈം ആയിരുന്നപ്പം പൊസിഷൻ ഇവിടെയായിരുന്നു. ടൈം കുറെ അങ്ങോട്ട് കൂടിയപ്പോൾ ഇത് പൊസിഷൻ വീണ്ടും കൂടി മുകളിൽ വന്നു. ടൈമിനനുസരിച്ച് പൊസിഷൻ കൂടുന്നു, അതുകൊണ്ട് പോസിറ്റീവ് വെലോസിറ്റി ആണ്. ഈ ലൈനിന്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് അതിന്റെ വെലോസിറ്റി കിട്ടും. പോസിറ്റീവ് വെലോസിറ്റി ആണ്. മുമ്പേ എടുത്ത പോയിന്റ് വേണമെന്നില്ല, ഇവിടെ എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ എടുക്കാം. സ്ലോപ്പ് ഒരേ വെലോസിറ്റി നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ എല്ലാം ഒരേ വെലോസിറ്റി കിട്ടുള്ളൂ. ഒരു ലൈനിന് ഒറ്റ സ്ലോപ്പ് മാത്രമേ ഉള്ളൂ. ഒരു സിംഗിൾ ലൈനിന് ഒറ്റ സ്ലോപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. എവിടെ സ്ലോപ്പ് എടുത്താലും ഒരുപോലെ ആയിരിക്കും. ഇപ്പൊ ഇവിടെ വെലോസിറ്റി എടുത്താൽ നേരെ വരച്ചിട്ട് എടുക്കണം. ഇത് dx ബൈ dt ആംഗിൾ തീറ്റ. അപ്പം അങ്ങനെ ഒറ്റ സ്ലോപ്പ് ഉണ്ടെന്ന് പറയാൻ കാരണം ഒറ്റ തീറ്റയെ ഉണ്ടാകുന്നുള്ളൂ. ഈ തീറ്റ എക്സ് ആക്സിസുമായിട്ട് ആ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ എല്ലായിടത്തും ഒരുപോലെയാണ്. ഇവിടെ ആംഗിൾ തീറ്റ ആണ്. അപ്പം സ്ലോപ്പ് എന്ന് പറയുന്ന ഒരു ലൈനിന്റെ സ്ലോപ്പ് ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ y ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് dx ആണ് വരുന്നത്. എക്സ് ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ടൈമാണ് വരുന്നത്. dx ബൈ dt ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സ്ലോപ്പാണ്. അപ്പം ഒരു സ്ട്രെയിറ്റ് ലൈൻ എപ്പോഴും എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ഏത് പോർഷൻ എടുത്താലും, ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഏത് പോർഷൻ എടുത്താലും അത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ എപ്പോഴും ഒരുപോലെ. ആ തീറ്റ ആണേലും ഈ തീറ്റ ആണേലും എല്ലാം ഒരുപോലെയാണ്. അങ്ങനെ ആ ആംഗിൾ ഒരുപോലെ ആയതുകൊണ്ട് ഇതിന്റെ സ്ലോപ്പ് എപ്പോഴും സെയിം ആണ്. എവിടെ എടുത്തു കഴിഞ്ഞാലും ഒരേ സ്ലോപ്പ് ആയിരിക്കും. അപ്പൊ പോസിറ്റീവ് യൂണിഫോം വെലോസിറ്റി ആണ് ഇതിനകത്ത് കിട്ടുക. പോസിറ്റീവ് യൂണിഫോം വെലോസിറ്റി, സ്ലോപ്പ് പോസിറ്റീവ് വെലോസിറ്റി ഉള്ള കേസിൽ ആണ് ഈ ഗ്രാഫ്. അതിന്റെ സ്ലോപ്പ് വെലോസിറ്റിയാണ്. സ്ലോപ്പാണ് വെലോസിറ്റി. ഇതിന്റെ സ്ലോപ്പ് എടുത്താൽ മതി. സ്ലോപ്പ് ടാൻ തീറ്റയാണ്. ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡ് dx ബൈ കറസ്പോണ്ടിങ് ടൈം dt, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓപ്പോസിറ്റ് സൈഡ് dx ബൈ dt, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അത് വെലോസിറ്റിയാണ്. അത് വെലോസിറ്റി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ സ്ലോപ്പ് ഓഫ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് വെലോസിറ്റി എടുക്കാം. ഇവിടുത്തെ ഈ ഗ്രാഫ് പോസിറ്റീവ് ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിന്റെയാണ്. പോസിറ്റീവ് ഡിറക്ഷനിൽ മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു റെഫറൻസ് ഫ്രെയിം ഉപയോഗിച്ച് ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ്, ഇത് നമ്മൾ ഈ പറയുന്ന വസ്തു പോസിറ്റീവ് ദിശയിൽ മൂവ് ചെയ്യുന്നു, ഒരു പോസിറ്റീവ് വെലോസിറ്റി മൂവ് ചെയ്യുന്നു. അതിന്റെയാണ് ഈ പൊസിഷൻ ടൈം ഗ്രാഫ് കാണിക്കുക. ഇതിന്റെ സ്ലോപ്പ് വെലോസിറ്റി തരും. ഇതിന്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചാൽ അത് നമുക്ക് വെലോസിറ്റി തരും. ഇപ്പൊ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു പോസിറ്റീവ് വെലോസിറ്റി ഉള്ള വസ്തുവിന്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ് OA എന്നുള്ളതാണ് ഗ്രാഫ്. OA ആണ് പൊസിഷൻ ടൈം ഗ്രാഫ്. പോസിറ്റീവ് വെലോസിറ്റി ഉള്ള ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് OA. ഇനി അടുത്ത പൊസിഷൻ ടൈം ഗ്രാഫാണ് ഇത്. അടുത്ത പൊസിഷൻ ടൈം ഗ്രാഫാണ് വേറൊരു വസ്തുവിന്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഇവിടെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് എടുക്കാം.
ഇവിടെ സ്ലോപ്പ് എടുക്കാം. ഇതാണ് 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 ആണ് സ്ലോപ്പ്. ഇതാണ് സ്ലോപ്പ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ഈ ആംഗിളാണ് തീറ്റ. ഇതും ആംഗിൾ തീറ്റ ആണ്. എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണ്. തീറ്റ നെഗറ്റീവ് ആണ്. കണ്ടോ, നേരെയുള്ളത് താഴോട്ടുള്ളത്. ഇവിടെ തീറ്റ നെഗറ്റീവ് ആണ്. സ്ലോപ്പ് ഇത് ഈ തീറ്റ എന്ന് പറയുന്നത് -5 ആണ്. -5 എന്ന് പറഞ്ഞ മറ്റൊരു ആംഗിളാണ്. നെഗറ്റീവ് ആംഗിൾ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങോട്ട് താഴോട്ട് അളക്കുന്ന എല്ലാം നെഗറ്റീവ് ആംഗിൾ ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ടാൻ -തീറ്റ ആണ്. ടാൻ -5 ആണ് ഇവിടുത്തെ സ്ലോപ്പ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ -5. ടാൻ -തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ടാൻ തീറ്റയാണ്. നെഗറ്റീവ് സ്ലോപ്പാണ് ഇവിടെ വരിക. മൈനസ് ടാൻ തീറ്റയാണ്, നെഗറ്റീവ് സ്ലോപ്പാണ് ഇവിടെ വരിക. അതെങ്ങനെയാ നെഗറ്റീവ് സ്ലോപ്പ് വരുന്നത്? അത് നമുക്ക് നോക്കാം എങ്ങനെ ഇത് നെഗറ്റീവ് ആയിട്ട് മാറുന്ന ഇതിന്റെ സ്ലോപ്പ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ചു, അല്ലെങ്കിൽ ഇതുപോലെ വരച്ചു. സ്ലോപ്പ് എടുക്കാൻ വേണ്ടി ഇതുപോലെ വരച്ചു. ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി. ഈ ആംഗിൾ തീറ്റ. ഇതാണ് dx. ഇതാ dx. ഈ സൈഡ് dx. ആ dxന്റെ ഇനിഷ്യൽ പോയിന്റ് x1 ഇതാണ്. ഇതാണ് അതിന്റെ ഫൈനൽ പൊസിഷൻ. ഇതുണ്ട് ഇവിടെ. ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ x1 ആണ് പൊസിഷൻ. ഇനി ഒരു കുറെ സമയത്തിന് ശേഷം, ഒരു dt ടൈമിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ ടൈം dt ആണ്. dt ടൈമിന് ശേഷം ഇവിടെയാണ്. dt ടൈമിന് ശേഷം അതിന്റെ ടൈം വരിക. ആ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ ഇവിടെയാണ്. ഗ്രാഫിലുള്ള പോയിന്റ് ഇവിടെയാണ്. ഇങ്ങോട്ട് വരച്ചു നോക്കുമ്പോൾ ഇതാണ് ഫൈനൽ പൊസിഷൻ x2. നമ്മൾ x2 മൈനസ് x1 ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് x2 മൈനസ് x1 ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ x2 എന്ന് പറഞ്ഞാൽ 10. കണ്ടോ, x1 അതിന് മണ്ടയിലാണ്. ഇവിടെയാണ് x1. അതുകൊണ്ട് അത് 20 ആയിട്ട് എടുക്കുക. ഇത് x2 10, ഇത് 20. ഇപ്പൊ x2 മൈനസ് x1. x2 എന്ന് പറഞ്ഞാൽ 10 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 20. 10 മൈനസ് 20 -10 ആവും. ഇപ്പൊ x2 മൈനസ് x1 ഇത് നെഗറ്റീവ് ആയിട്ട് മാറുന്നു. -10 ആയിട്ട് മാറുന്നു. അതായത് ഡിസ്പ്ലേസ്മെന്റ് കുറയുകയാണ് ചെയ്യുന്നു. ഇത് ഇവിടെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നു. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇതാണ്. സ്റ്റാർട്ടിങ്ങിൽ t0 ആയിരുന്നപ്പം നോക്കി ഇത്രയും സമയമായപ്പോഴത്തേനും കണ്ടോ ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞ് ഇവിടെ വന്നു. ഡിസ്പ്ലേസ്മെന്റ് കുറയുന്നു എന്നാണ് അർത്ഥം. ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞാൽ സ്ലോപ്പ് നെഗറ്റീവ് ആകും. dx -10 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം 10 ആണെങ്കിൽ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ dx/dt -10/10. അപ്പോൾ നമുക്ക് -1 കിട്ടും. ഇപ്പൊ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. അതിന് കാരണം പൊസിഷൻ ടൈം കോർഡിനേറ്റ് കുറയുന്നു. ഫൈനൽ പൊസിഷൻ കോർഡിനേറ്റ് ഇനിഷ്യൽ പൊസിഷൻ കോർഡിനേറ്റിനേക്കാൾ കുറവാണ് ഇവിടെ ഇങ്ങനത്തെ ഗ്രാഫിന്റെ കേസിൽ. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് dx എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വരും. അതുകൊണ്ട് സ്ലോപ്പ് നെഗറ്റീവ് ആണ്. അതുപോലെ തീറ്റ ആയിട്ട് നമ്മൾ എടുത്താലും തീറ്റ നെഗറ്റീവ് വരും. ടാൻ -തീറ്റ മൈനസ് ടാൻ തീറ്റയാണ്. ഇത് പോസിറ്റീവ് ഡിറക്ഷനിൽ പോകുന്ന ഒരു വസ്തുവാണ്. ഒരു വസ്തുവിന്റെ കേസിൽ നെഗറ്റീവ് വെലോസിറ്റി ആണ് അതിനുള്ളത്. വെലോസിറ്റി കുറഞ്ഞു വരുന്നു. പൊസിഷൻ കുറഞ്ഞു വരുന്നു. വെലോസിറ്റി കുറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞ തെറ്റാണ്. പൊസിഷൻ ഇവിടെ കുറഞ്ഞു വരുന്നു. പൊസിഷൻ കോർഡിനേറ്റ് കുറഞ്ഞു വരുന്നു. അപ്പം വെലോസിറ്റി എപ്പോഴും നമ്മൾ ഇതിന്റെ സ്ലോപ്പ് എടുത്ത വെലോസിറ്റി ഇതിന്റെ സ്ലോപ്പാണ്. സ്ലോപ്പ് സെയിം ആണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. സ്ട്രെയിറ്റ് ലൈൻ, ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈനിന്റെ ഏത് ഭാഗത്തെ സ്ലോപ്പ് എടുത്താലും സെയിം ആണ്. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ നെഗറ്റീവ് ആണ്. അത് ഡിസ്പ്ലേസ്മെന്റ് കുറയുന്നത് കൊണ്ടാണ്. പൊസിഷൻ കോർഡിനേറ്റ് കുറയുന്നു. അത് ഡിസ്പ്ലേസ്മെന്റ് മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലേക്ക് വരുന്നത് കൊണ്ടാണ് അവിടെ നെഗറ്റീവ് ഡിറക്ഷൻ കാണുക. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കുറയുമ്പോൾ അതിന്റെ വെലോസിറ്റി നെഗറ്റീവ് ആയിട്ട് മാറും. ഡിസ്പ്ലേസ്മെന്റ് കൂടുമ്പോൾ വെലോസിറ്റി പോസിറ്റീവ് ആയിട്ട് മാറും എന്നോർക്കുക. അതുപോലെ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് വെലോസിറ്റി നമുക്ക് കിട്ടുക. ഇവിടെ നെഗറ്റീവ് വെലോസിറ്റി ആണുള്ളത്. സ്ലോപ്പ് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് വെലോസിറ്റി, സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് വെലോസിറ്റി. പോസിറ്റീവ് സ്ലോപ്പുള്ള ലൈനാണ് ഇച്ചിരി മുമ്പ് നമ്മൾ കണ്ടത്. ഇത് പോസിറ്റീവ് വെലോസിറ്റി. ഇത് സമയം കഴിയുന്നതിനനുസരിച്ച്, സമയം കൂടുന്നതിനനുസരിച്ച് പൊസിഷനും കൂടി വരുവാണ്. പൊസിഷൻ കോർഡിനേറ്റും കൂടി വരുന്നു. എന്നാൽ രണ്ടാമത്തെ ഗ്രാഫ് നോക്കിയേ, സമയം കൂടുന്നതിനനുസരിച്ച്
പൊസിഷൻ മാക്സിമത്തിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. ടൈമിനനുസരിച്ച് പൊസിഷൻ കുറയുന്നു. പൊസിഷൻ കുറയുമ്പോൾ ആ കുറവാണ് മൈനസ് ആയിട്ട് വരിക. നെഗറ്റീവ് വെലോസിറ്റി അതിന്റെ സ്ലോപ്പും നെഗറ്റീവ് ആണ്. ആംഗിൾ എടുക്കുമ്പോൾ മൈനസ് തീറ്റ എന്ന് വരും. ഇനി പൊസിഷന് മാറ്റമില്ല. ഈ ഒരു ബോഡിയുടെ കേസിൽ ഈ ഗ്രാഫ് വരുന്ന പൊസിഷന് മാറ്റമില്ല. നോക്കി, ഏത് സമയം എടുത്താലും 0 ടൈമിൽ ഇതുണ്ട്. ഇവിടെയായിരുന്നു 0 ടൈം, ഇവിടെയാണ് എക്സ് ആണ് പൊസിഷൻ. 10 ആണെങ്കിൽ 10ലാണ് വസ്തു, 10 മീറ്റർ അകലെയാണ് വസ്തു. ഇനി പൊസിഷൻ ഇവിടെയാണെങ്കിൽ, ടൈം ഇവിടെയാണെങ്കിൽ 10 സെക്കൻഡിന് ശേഷവും ഇതുണ്ട് ആ 10 മീറ്ററിൽ തന്നെയാണ് വസ്തു. ഇതുണ്ട് 10 മീറ്റർ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ നോക്കിയേ, 10 മീറ്റർ തന്നെ. ഇനി 20 സെക്കൻഡ് കഴിഞ്ഞാലും ടൈം 20 സെക്കൻഡ് കഴിഞ്ഞു, അന്നേരവും പൊസിഷൻ എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. ഇവിടെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുന്നു. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് 0 ആണ്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് 0 ആണ്. അത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, എക്സ് ആക്സിസും ഇതും ടൈം ആക്സിസും ഈ ഗ്രാഫും തമ്മിലുള്ള ആംഗിൾ 0 ആണ്. അപ്പൊ ടാൻ 0 എന്ന് വരും. ടാൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. സ്ലോപ്പ് 0 ആണ്. അപ്പൊ ഇതിന്റെ വെലോസിറ്റി 0 ആണ്. ഈ ഗ്രാഫിന്റെ വെലോസിറ്റി 0 ആണ്. ഇപ്പൊ 0 വെലോസിറ്റി ഉള്ള അല്ലെങ്കിൽ റെസ്റ്റിലുള്ള ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് ആ മഞ്ഞ നിറത്തി കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് നമ്മൾ പറഞ്ഞത്. പൊസിഷൻ എടുക്കുന്നത് y ആക്സിസിലൂടെയാണ്, ടൈം എടുക്കുന്നത് എക്സ് ആക്സിസിലൂടെയാണ്. ഇപ്പം പൊസിഷൻ ടൈം ഗ്രാഫ് വെച്ച് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏത് സമയത്തെ വസ്തുവിന്റെ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഡിസ്പ്ലേസ്മെന്റ്, ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെലിനകത്തുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി തരും. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് വെലോസിറ്റിയെ തരും. ഒരു വസ്തുവിന്റെ വെലോസിറ്റിയെ നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാം. സ്ലോപ്പിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓയിൽ നിന്ന് കൂടി പൊസിഷൻ വന്നാൽ അത് പോസിറ്റീവ് വെലോസിറ്റി ഉള്ള കേസാണ്. ഓയിൽ നിന്ന് കുറഞ്ഞ പൊസിഷൻ വന്നാൽ അത് നെഗറ്റീവ് സ്ലോപ്പുള്ള കേസാണ്. അത് നെഗറ്റീവ് വെലോസിറ്റി ആണ്. ഇനി എക്സ് ആക്സിസിന് പാരലാണ്, ടൈം ആക്സിസിന് പാരലാണ് ഗ്രാഫ് എങ്കിൽ വസ്തു റെസ്റ്റിലാണ്, അതിന്റെ വെലോസിറ്റി 0 ആണ്. ഇപ്പൊ സ്ലോപ്പ് ഓഫ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്. അതാണ് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ രണ്ടാമതൊരു ഗുണം. ഫിഗർ ഷോസ് പൊസിഷൻ ടൈം ഗ്രാഫ്സ് ഓഫ് യൂണിഫോം മോഷൻ വിത്ത് പോസിറ്റീവ്, നെഗറ്റീവ് വെലോസിറ്റി ആൻഡ് സ്റ്റേഷനറി ബോഡി. നമ്മൾ കണ്ടു, 3 ഗ്രാഫും കണ്ടു. ആ ഗ്രാഫുള്ള സമയത്ത് നിങ്ങൾ വരച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫ് നമുക്ക് ബുക്കിനകത്ത് രേഖപ്പെടുത്താം. ഇനി പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ചില കാര്യങ്ങളാണ് പറയുന്നത്. യൂണിഫോം മോഷനിലുള്ള ഒരു വസ്തുവിനെ സംബന്ധിച്ച് പൊസിഷൻ ടൈം ഗ്രാഫ് ഇപ്പൊ നമ്മൾ കണ്ടതാണ്. പോസിറ്റീവ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ പൊസിഷൻ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇതിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ടാൻ തീറ്റ നമ്മൾ പറഞ്ഞു. സ്ലോപ്പ് എടുക്കാൻ വേണ്ടി ഇത് ഇത്രയാണ്. ഇത് ഒരു ട്രയാങ്കിൾ പോലെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. ഇവിടെ ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. നേരെ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തു. ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, dx. ഇത് ഡിസ്പ്ലേസ്മെന്റ്, dx എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ ഇത് dt, കറസ്പോണ്ടിങ് ടൈം ആണ്. കാരണം എക്സ് ആക്സിസ് കൂടെ ടൈം എടുത്തേക്കുന്നതുകൊണ്ടാണ് എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള dt ആവുന്നത്. അപ്പൊ ഈ ആംഗിൾ തീറ്റ, ടാൻ തീറ്റ വഴിയോ അല്ലെ dx/dt വഴിയോ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. അത് പോസിറ്റീവ് വെലോസിറ്റി ആണ്. നമുക്കറിയാം സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇതാണ്, ഇത് x1, എൻഡിങ് പൊസിഷൻ ഇതാണ്. നമ്മൾ എടുത്തേക്കുന്ന ഗ്രാഫിൽ ഇവിടെ ഗ്രാഫിന്റെ പോർഷനിൽ ഇതാണ് ഫൈനൽ പൊസിഷൻ. ഇപ്പൊ x2 മൈനസ് x1, ഇനിഷ്യൽ പൊസിഷൻ മൈനസ് ഫൈനൽ പൊസിഷൻ, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. x2 കൂടുതലായതുകൊണ്ട് dx പോസിറ്റീവ് ആണ്, സ്ലോപ്പ് പോസിറ്റീവ് ആണ്, വെലോസിറ്റി പോസിറ്റീവ് ആണ്. ഇനി രണ്ടാമത്തെ ഗ്രാഫും നമ്മൾ മുമ്പേ കണ്ടതാണ്. നെഗറ്റീവ് വെലോസിറ്റി ഉള്ള വസ്തുവാണ്. ഇവിടെ ഫൈനൽ പൊസിഷൻ തീരെ കുറവാണ്. സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇവിടെയാണ്. ടൈം 0 ആകുമ്പോഴത്തെ പൊസിഷൻ ഇതാണ്. എന്നാൽ എൻഡിങ് പൊസിഷൻ കുറെ നേരം കഴിയുമ്പോൾ ഇതുകൊണ്ട് പൊസിഷൻ തീരെ കുറഞ്ഞു പോകും. ഇത് x2 മൈനസ് x1, ഇത് x1, ഇത് x2 കുറഞ്ഞു വരുന്നത്. വസ്തു മുന്നോട്ട് പോകുന്നതിനനുസരിച്ച്, ഗ്രാഫിൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പൊസിഷൻ കുറഞ്ഞു വരുന്നു. ഇപ്പൊ നെഗറ്റീവ് വരും. ആംഗിൾ ടാൻ മൈനസ് തീറ്റ വരും. അത് മൈനസ് ടാൻ തീറ്റയാണ്. സ്ലോപ്പ് നെഗറ്റീവ് ആകും. dx മൈനസ് വരും. dx മൈനസ് dx വരും, നെഗറ്റീവ് ആണ്. ഇപ്പൊ വെലോസിറ്റി നെഗറ്റീവ് ആണ്. അതിന്റെ അർത്ഥം പൊസിഷൻ കുറയുന്നതാണ്. നെഗറ്റീവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പൊസിഷൻ കോർഡിനേറ്റ് കുറയുന്നു. പോസിറ്റീവ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നു. വിത്ത് നെഗറ്റീവ് വെലോസിറ്റി പൊസിഷൻ കോർഡിനേറ്റ് കുറഞ്ഞു വരുന്നു എന്നാണ് അർത്ഥം. അടുത്ത മൂന്നാമത്തെയാണ് സ്റ്റേഷനറി ബോഡി. സ്റ്റേഷനറി ബോഡിയുടെ കേസിൽ പൊസിഷന് മാറ്റമില്ല.
അതുകൊണ്ട് ടൈമിന് പാരലായിട്ട് ഏത് ടൈമിലാണേലും മുകളിലേക്ക് ഒരേ ദൂരേ കാണുള്ളൂ, ഒരേ പൊസിഷനിലാണ് എപ്പോഴും ഇരിക്കുന്നത്. ഇത് റെസ്റ്റിലുള്ള ഒരു ബോഡിയുടെ കേസിലുള്ള പൊസിഷൻ ടൈം ഗ്രാഫാണ്, ST ഗ്രാഫാണ്. അടുത്ത നോൺ യൂണിഫോം മോഷൻ ആണെങ്കിൽ, അതായത് ആക്സിലറേഷൻ വ്യത്യാസം ഉണ്ടെങ്കിൽ, ആക്സിലറേഷൻ ഉണ്ട്, വെലോസിറ്റിക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ, നോൺ യൂണിഫോം മോഷൻ നമുക്കറിയാം വെലോസിറ്റി സമയത്തിനനുസരിച്ച് മാറും. അങ്ങനത്തെ കേസിൽ നമുക്ക് ഇങ്ങനെ ഗ്രാഫ് കാണിക്കാം. പൊസിഷനും ടൈമും തമ്മിലുള്ള ഗ്രാഫ്. ഒറിജിൻ ആണ് OA, പൊസിഷൻ Y ആക്സിസിലൂടെ എടുത്തിരിക്കുന്നു, ടൈം X ആക്സിസിലൂടെ. ഇത് പോസിറ്റീവ് ആക്സലറേഷൻ ഉള്ള ഒരു കേസാണ്. ഇത് പോസിറ്റീവ് ആക്സലറേഷൻ ഉള്ള കേസ്. നമ്മൾ പറഞ്ഞു സ്പീഡ് കൂടുമ്പോഴാണ് പോസിറ്റീവ് ആക്സലറേഷൻ ഉണ്ടാകുന്നത്. സ്പീഡ് കൂടുക എന്ന് പറയുമ്പോൾ, വെലോസിറ്റി കൂടുക എന്ന് പറയുമ്പോൾ സ്ലോപ്പാണ്, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് വെലോസിറ്റി. അപ്പൊ ഇവിടെ സ്ലോപ്പ് കൂടുക എന്നാണ് അർത്ഥം. ഈ പോയിന്റിൽ എടുത്തു കഴിഞ്ഞാൽ, ഈ പോയിന്റിൽ ഒരു ലൈൻ വരച്ചാൽ അതിന് സ്ലോപ്പ് ഇല്ല. ഈ പോയിന്റ് വരുമ്പോഴത്തേനും കുറച്ച് സ്ലോപ്പായി, ഈ പോയിന്റ് വരുമ്പോൾ കുറച്ചുകൂടെ സ്ലോപ്പായി, ഈ അടുത്ത പോയിന്റ് വരുമ്പോൾ കുറെ കൂടെ സ്ലോപ്പായി, ഏറ്റവും ഇവിടെ വരുമ്പോൾ മാക്സിമം സ്ലോപ്പായി. ഇപ്പൊ ഇവിടെ സ്ലോപ്പ് കൂടിക്കൂടി വരുവാണ്. അതായത് ഇവിടെയുള്ള വെലോസിറ്റിയെക്കാളും കൂടുതലാണ് ഇവിടെയുള്ള വെലോസിറ്റി. ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് നമുക്കറിയാം ഇവിടെ സ്ലോപ്പ് ഇങ്ങനെയാണ്, ഗ്രാഫ് ഇങ്ങനെയാണ് എങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ ഇത്രയോ സ്ലോപ്പേ ഉള്ളൂ, ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ ചെരിയും, അപ്പം വെലോസിറ്റി കുറെ കൂടെ കൂടി, ഇവിടെ വരുമ്പോൾ കുറെ കൂടെ ചെരിയും, അപ്പം വെലോസിറ്റി കുറെ കൂടെ കൂടി, ഈ പോയിന്റിലാണെങ്കിൽ കുറച്ചുകൂടെ ചെരിയും, വെലോസിറ്റി കുറെ കൂടെ കൂടി. അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ മാക്സിമം ചെരിവാകും, അപ്പം വെലോസിറ്റി മാക്സിമം ആകും. അപ്പൊ വെലോസിറ്റി അങ്ങനെ കൂടുന്ന കേസാണ് പോസിറ്റീവ് ആക്സലറേഷൻ ഉള്ള കേസ്. വെലോസിറ്റി യൂണിഫോം റേറ്റിലാണ് കൂടുന്നതെങ്കിൽ ആക്സലറേഷൻ യൂണിഫോം ആയിരിക്കും. ഇത് പോസിറ്റീവ് ആക്സലറേഷൻ ഉള്ള ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഒരു പരാബോളിക് ഷേപ്പിലാണ് ഇത് പോകുന്നത്. ഇനി അടുത്ത നെഗറ്റീവ് ആക്സലറേഷൻ ഉള്ള ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് ഇത്. നെഗറ്റീവ് ആക്സലറേഷൻ ഉള്ള കേസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കുറഞ്ഞു വരണം. ഇതിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വെലോസിറ്റി 0 ആണ്. ഇവിടെ വരുമ്പോഴത്തേനും കുറച്ച് നെഗറ്റീവ് വെലോസിറ്റി ആയി, സ്ലോപ്പ് ഉണ്ട്. ഇത് നെഗറ്റീവ് വെലോസിറ്റിയാണ് ഇങ്ങനത്തെ ഗ്രാഫ് കാണിക്കുന്നത്. ഇനി ഇവിടെ വരുമ്പോൾ അതിന്റെ സ്ലോപ്പ് ഇങ്ങനെയായി, അവിടെ നെഗറ്റീവ് വെലോസിറ്റി, പക്ഷെ ചെരിവ് കൂടി, സ്ലോപ്പ് കൂടി, നെഗറ്റീവ് വെലോസിറ്റി ഇവിടെ കൂടി. ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടെ ഉണ്ട് നെഗറ്റീവ് വെലോസിറ്റി, ഉണ്ട്. അതിന്റെ ഇവിടെ സ്ലോപ്പ് കുറെ കൂടെ കൂടി, ഇവിടെ വരുമ്പോൾ കുറെ കൂടെ നെഗറ്റീവ് വെലോസിറ്റി ഉണ്ട്, മാക്സിമം നെഗറ്റീവ് വെലോസിറ്റി ഉണ്ട്. ഇപ്പൊ ഇവിടെ മാക്സിമം സ്ലോപ്പ്. അപ്പം നെഗറ്റീവ് ആക്സലറേഷൻ, വെലോസിറ്റി നെഗറ്റീവ് ആയതുകൊണ്ട് ആക്സലറേഷൻ നെഗറ്റീവ്, വെലോസിറ്റി നെഗറ്റീവ് ആയതുകൊണ്ട് ആക്സലറേഷൻ നെഗറ്റീവ്. അങ്ങനത്തെ നെഗറ്റീവ് ആക്സലറേഷൻ ഉള്ള ഒരു ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് ഇവിടെ കാണിക്കുക. ഇങ്ങനെ താഴോട്ടുള്ള ഒരു പരാബോളയാണ്, ഇങ്ങനെ വരുന്ന ഒരു പരാബോളയാണ്. അതേസമയം ഇങ്ങനെയുള്ള പരാബോളയാണെങ്കിൽ സ്ലോപ്പ് കൂടിക്കൂടി വരുന്നു, പോസിറ്റീവ് വെലോസിറ്റി ഉള്ള ഗ്രാഫാണ്. ഇനി ആക്സലറേഷൻ 0 ഉള്ള കേസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി സെയിം ആണെങ്കിലാണ് ആക്സലറേഷൻ 0 ആകുന്നത്. അത് ഇങ്ങനെയാണ്, പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയാണ്. ഇതിന്റെ വെലോസിറ്റി എല്ലായിടത്തും സെയിം ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്, സ്ലോപ്പ് ഉണ്ട്, ആ സ്ലോപ്പാണ് വെലോസിറ്റി. എപ്പോഴും ഒരേ സ്ലോപ്പാണ്, ഒരു ലൈന് ഒറ്റ സ്ലോപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വെലോസിറ്റി സെയിം ആണ്, ആക്സലറേഷൻ 0 ആണ്. ആക്സലറേഷൻ 0 ആയിട്ടുള്ള കേസിലെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. അടുത്ത രണ്ടാമത്തെ ടൈപ്പ് ഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഇറ്റ് ഈസ് എ ഗ്രാഫ് വിത്ത് ടൈം അലോങ് എക്സ് ആക്സിസ്. ടൈമിനെ നമ്മൾ എക്സ് ആക്സിസിൽ കൂടെയാണ് എടുക്കുന്നത്. എല്ലാ ഗ്രാഫിലും ടൈമിനെ എക്സ് ആക്സിസിൽ കൂടെയാണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മുടെ കൈവശമുള്ള ക്വാണ്ടിറ്റിയാണ് ടൈം. ആ കൈവശമുള്ള ക്വാണ്ടിറ്റി എക്സ് ആക്സിസിലൂടെ എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി, പൊസിഷൻ അല്ലെങ്കിൽ വെലോസിറ്റി അല്ലെങ്കിൽ ആക്സലറേഷൻ, നമ്മൾ കണ്ടുപിടിക്കുന്ന ക്വാണ്ടിറ്റി, അത് വൈ ആക്സിസിലൂടെ റെപ്രസെന്റ് ചെയ്താണ് ഗ്രാഫ് വരയ്ക്കുക. അപ്പം ഇറ്റ് ഈസ് എ ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് എ ഗ്രാഫ് വിത്ത് ടൈം t along x axis and velocity v along y axis. വെലോസിറ്റി y ആക്സിസിൽ കൂടെയാണ്. ഗ്രാഫ് ഇങ്ങനെയാണ്, ടൈം t x ആക്സിസിലൂടെ, ഒറിജിൻ O ആണ്, വെലോസിറ്റി v y ആക്സിസിലൂടെ. ഇത് ഒരു ടിപ്പിക്കൽ ഗ്രാഫാണ്. നമുക്ക് മനസ്സിലാവും ഓയിൽ നിന്നല്ല അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഓയിലെ ടൈം 0 ആയിട്ട് എടുക്കുവാണെങ്കിൽ 0 ടൈമിലെ വെലോസിറ്റി ഉണ്ട് അതിനാണ് ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി u ആണ്. വെലോസിറ്റി നമ്മൾ y ആക്സിസിലൂടെ എടുത്തേക്കണേ. അപ്പൊ ഏത് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കണേ, അവിടുത്തെ വെലോസിറ്റിയാണ് u. b എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അത്രയും ചലനമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. b എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള വെലോസിറ്റിയാണ് തന്നിരിക്കുന്നത്. അത് വെച്ചുള്ള ഗ്രാഫ് AB ആണ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഈ പറഞ്ഞ കേസിൽ.
ഇപ്പം യു ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അതിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ യൂസസ് എന്തൊക്കെയാണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട് അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഒരു വസ്തുവിന്റെ ഏത് സമയത്തുള്ള വെലോസിറ്റി ഈ ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി ഒരു പർട്ടിക്കുലർ സമയത്തെ വെലോസിറ്റി, ഇതേ ഇവിടുത്തെ വെലോസിറ്റി കണ്ടുപിടിക്കണം. നിങ്ങൾ ജസ്റ്റ് മുകളിലോട്ട് വരച്ചു നോക്കുക. ആ ടൈമിൽ നിന്ന് നേരെ ഗ്രാഫിലേക്ക് വരയ്ക്കുക. കണ്ടോ, ഇവിടെ ഈ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫിന്റെ പോയിന്റ് ഇതാണ്. ആ പോയിന്റിൽ നിന്ന് വെലോസിറ്റി ആക്സിസിലേക്ക് നിങ്ങൾ വരച്ചാൽ നിങ്ങൾക്ക് ആ വെലോസിറ്റി കിട്ടും. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട് അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് ഉപയോഗിക്കാം. ഇനി ഒരു പർട്ടിക്കുലർ വെലോസിറ്റി തന്നു, അത് ഏത് സമയത്തായിരുന്നു ആ വെലോസിറ്റി വസ്തുവിന് ഉണ്ടായിരുന്നത് അത് കണ്ടുപിടിക്കാൻ ഇത് ഉപയോഗിക്കാം. ഒരു പർട്ടിക്കുലർ വെലോസിറ്റി വി, ആ വിയുടെ നേരെ നമ്മൾ വരച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫിലെ പോയിന്റ് നോക്കുന്നു. അവിടെ നേരെ താഴോട്ട് നമ്മൾ വരച്ചു നോക്കുന്നു, അതിന്റെ ടൈം എടുക്കുന്നു. അപ്പൊ വി എന്ന് പറയുന്ന വെലോസിറ്റി അതിനുള്ളത് ടി എന്ന് പറയുന്ന ടൈമിലാണ്. ഇപ്പൊ ഒരു വസ്തുവിന്റെ ഏത് സമയത്തുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇത് ഉപയോഗിക്കാം. ഒരു വസ്തുവിന്റെ വെലോസിറ്റി ഏത് സമയത്തായിരുന്നു ആ പർട്ടിക്കുലർ വെലോസിറ്റി ഉണ്ടായിരുന്നതെന്ന് കണ്ടുപിടിക്കാനും ഇത് ഉപയോഗിക്കാം. ഇപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്ട് അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. സമയത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്തുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി വെലോസിറ്റി ടൈം ഗ്രാഫ് ഉപയോഗിക്കാം. ഒരു ടിപ്പിക്കൽ ഗ്രാഫാണ് അവിടെ തന്നിരിക്കുന്നത്, എയും ബിയും. ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടുന്നുണ്ട്, മണ്ടയിലോട്ട് വരുന്നുണ്ട്. തുടക്കത്തിൽ യു ആയിരുന്നു വെലോസിറ്റി. കുറേ നേരം കഴിയുമ്പോൾ ഇതേ വെലോസിറ്റി ഇവിടെ വരും. അത് നമുക്ക് വി ആയിട്ട് എടുക്കാം. തുടക്കത്തിലെ വെലോസിറ്റി യു എന്ന് പറഞ്ഞാൽ T0 ആകുമ്പോഴാണ്, ഇവിടെ T0 ആണ്, യു ആകുന്നത് 0 ആകുമ്പോഴാണ്. ഇനി ബിയിലാണ് ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഇവിടെ മാർക്ക് ചെയ്തേക്കണേ. ആ ടൈം നമ്മൾ സ്മോൾ ലെറ്റർ ടി എന്ന് എടുത്താൽ ഇത് സഞ്ചരിക്കാൻ വേണ്ടി എടുത്തേക്കുന്ന ടൈം ടി ആണ് ഈ വസ്തു. ആ ടി ടൈമിൽ ഇത് സഞ്ചരിക്കുന്നതിനനുസരിച്ച് ഇതിന്റെ വെലോസിറ്റി ടി കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടി വരുന്നുണ്ട്. വെലോസിറ്റി കൂടി വന്നാൽ പോസിറ്റീവ് ആക്സലറേഷൻ ആണ്. പോസിറ്റീവ് ആക്സലറേഷൻ ഉള്ള ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഇതെന്ന് ന്യായമായിട്ട് നമുക്ക് അനുമാനിക്കാം. കാരണം സമയം കൂടുന്നതിനനുസരിച്ച്, സമയം ഇങ്ങോട്ട് പോരുന്നതിനനുസരിച്ച് വെലോസിറ്റി ഇതുണ്ടോ മുകളിലേക്ക് കൂടുന്നുണ്ട്. അതാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്. ഇതിലെ പോയിന്റ്സ് മുകളിലോട്ട് ഉയർന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പോസിറ്റീവ് സ്ലോപ്പ് ഉള്ളതാണ് ഗ്രാഫ്. ഇപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇതിന്റെ രണ്ടാമത്തെ യൂസ് ഈ ഗ്രാഫിന്റെ യു ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട്. ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെലോസിറ്റി വി ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം ടി. ഇപ്പൊ ഏത് സമയത്തുള്ള വെലോസിറ്റി വേണേലും നമുക്ക് കണ്ടുപിടിക്കാം. T0 ആയിരുന്നപ്പം യു ആയിരുന്നു, മറ്റൊരു സമയത്തുള്ള അത് വി ആണ്. അങ്ങനെ ടി ടൈമിലുള്ള വെലോസിറ്റി വി ആണ്. ആ ഗ്രാഫിനെ നമ്മൾ ഡോട്ടഡ് ലൈൻ കൊണ്ട് കൺസ്ട്രക്ഷൻ അവിടെ നടത്തിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ടി ടൈമിലാണ് ഇതിന്റെ സഞ്ചാരം. ഇവിടെ യുവിന്റെ അവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ട് അത് സിയിൽ മുട്ടിയിട്ടുണ്ട്. അപ്പം സി തൊട്ട് താഴേക്കുള്ള ദൂരം CD എന്ന് പറഞ്ഞ യു ആണ്, OA യു ആണ്, അതുപോലെ CD യു ആണ്. AC എന്ന് പറഞ്ഞ സഞ്ചരിക്കാൻ എടുത്ത ടൈമാണ്. അതുപോലെ ODയും സഞ്ചരിക്കാൻ എടുത്ത ടൈം ടി ആണ്. അപ്പം BC എന്ന് പറഞ്ഞത് B മൈനസ് യു ആണ്. BC എന്ന് പറഞ്ഞത് B മൈനസ് യു. BC എന്ന് പറഞ്ഞത് OA, O തൊട്ട് V വരെയുള്ള മൊത്തം ഇത്രയും ദൂരം എന്ന് പറഞ്ഞത് V ആണ്, ഫൈനൽ വെലോസിറ്റി ആണ്. ഇത്രയും ദൂരം എന്ന് പറയുന്നത് യു ആണ്. ഈ ദൂരം എന്ന് പറയുന്നത് V മൈനസ് യു ആണ്. ഇതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? അതാണ് പറഞ്ഞു വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ ഇതിനു വേണ്ടിയാണ്. നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം. ഇത് ഇനിഷ്യൽ വെലോസിറ്റി യു ഒരു ടി ടൈമിൽ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു ടി ടൈമിൽ ഇത് ബിയിലാണ്. ആ സമയത്തുള്ള വെലോസിറ്റി, ഇതിന്റെ ഫൈനൽ വെലോസിറ്റി വി ആണ്. സൗകര്യപ്രദമായിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഇപ്പം ഇത്രയും ദൂരം യു ആണ്. അതുകൊണ്ട് ഇത്രയും ദൂരവും യു ആണ്. അതേസമയം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം വി ആണ്. മൊത്തം വി ആണ്. അതിൽ ഇത്രയും ഭാഗം യു ആണ്. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗം ഇത് ബി മൈനസ് യു ആണ്. അങ്ങനെയാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ O തൊട്ട് ഇവിടം വരെയുള്ള ടൈം ടി ആണ്. അതുകൊണ്ട് ഇതും ടി ആണ്.
ഇതിന്റെ രണ്ടാമത്തെ യൂസിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ കൺസ്ട്രക്ഷന് ശേഷം. അതിനകത്ത് വേണ്ടുന്ന കാര്യങ്ങളാണ് ഈ ഫിഗറിന്റെ അകത്തെ കൺസ്ട്രക്ഷനകത്ത് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ ഇതാണ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. ഇതിനകത്തെ ഏരിയ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് തരും. ഇതിന്റെ ഏരിയ ആണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് തരിക. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഒരു വലിയ ഉപയോഗം അതാണ്. അതിന്റെ അടിയിലുള്ള ഏരിയ എടുത്താൽ കണ്ടോ, എക്സ് ആക്സിസിനും ആ ഗ്രാഫിനും ഇടയ്ക്കുള്ള ഏരിയ എടുത്താൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് കിട്ടുക. ഈ ഏരിയ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് കിട്ടുക. അപ്പൊ എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഈ ഏരിയയിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്? ഇതിന്റെ ഏരിയ എടുക്കാം. ഇതൊരു ട്രപ്പീസിയാണ്. കൂടിയ നീളമുള്ള സൈഡ് വി ആണ്, കുറഞ്ഞ നീളമുള്ള സൈഡ് യു ആണ്. അപ്പൊ നമുക്ക് എടുക്കാം ഏരിയ ഓഫ് ട്രപ്പീസിയം. ഒ എ പിന്നെ ബി സാറി എഴുതുന്നതിനകത്തുള്ള ഏരിയ വരുന്നത്. ഒ എ ബി പിന്നെ ഡി തിരിച്ച് ഒ. ഒ എ ബി ഡി ഒ. ഏരിയ രണ്ട് രീതിയിൽ എടുക്കാം. ഒന്നെങ്കിൽ ഇതിനെ ഒരു ട്രയാങ്കിൾ ആയിട്ട് തിരിച്ചെടുക്കാം, പിന്നെ ഒരു റെക്ടാങ്കിൾ. ഈ നടുക്കത്തെ എ സി എന്ന് പറഞ്ഞ ലൈൻ ജോയിൻ ചെയ്താൽ ഈ ഏരിയ ഒരു ട്രയാങ്കിളും റെക്ടാങ്കിളും ആയിട്ട് മാറും. അത് രണ്ടും കൂട്ടിയെടുക്കാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു മൊത്തം ഒരു ട്രപ്പീസിയം ആയിട്ട് കൂട്ടി നമുക്ക് കണ്ടുപിടിക്കാം. ഒരു ട്രപ്പീസിയം ഇത് ഒന്നുകൂടെ വരയ്ക്കാം. ഇത് ഇങ്ങനെയാണ് സംഗതി. ഇത് ഇങ്ങനെയാണ് സംഗതി. ഇവിടുത്തെ ഫിഗർ. അപ്പം ഈ ദൂരം യു ആണ്, ഈ ദൂരം വി ആണ്, ഈ ദൂരം ടി ആണ്. യുവും ബിയും പാരലൽ സൈഡ്സ് ആണ്. ഒരു ട്രപ്പീസിയത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് യു പ്ലസ് ബി. പാരലൽ സൈഡുകളുടെ തുക യു പ്ലസ് ബി. പാരലൽ സൈഡ് യുവും ബിയും ആണ്. യുവും ബിയുടെ കൂട്ടിയിട്ട് 1/2 കൊണ്ട് ഗുണിച്ചിട്ട് ഇൻറ്റു ടി. ഹാഫ് ഇൻറ്റു യു പ്ലസ് ബി ഇൻറ്റു ടി. അപ്പൊ ഇതിനകത്ത് ടി നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് ആക്സലറേഷൻ പ്ലസ് എ ആക്സലറേഷൻ ഉള്ള ഒരു കേസാണ്. അതുകൊണ്ട് ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു ബി മൈനസ് യു ബൈ ടി ആണ്. ആക്സലറേഷൻ എ എന്ന് പറയുന്നത് ബി മൈനസ് യു ബൈ ടി ആണ്. ഇതിൽ നിന്ന് എ ടി ഈസ് ഈക്വൽ ടു ഇതുണ്ടോ, ടി ഇങ്ങനെ കൊടുക്കുന്നു. എയുടെ കൂടെ ഇങ്ങോട്ട് വരുന്നു. എ ടി ഈസ് ഈക്വൽ ടു ബി മൈനസ് യു. എ ടി ഈസ് ഈക്വൽ ടു ബി മൈനസ് യു. അപ്പം ബി ഈസ് ഈക്വൽ ടു മൈനസ് യു ഇപ്പുറത്തെ സൈഡിലേക്ക് വരണം. അപ്പൊ നമുക്ക് കിട്ടും യു പ്ലസ് എ ടി. ബി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. നമ്മൾ ചെറിയ ക്ലാസ്സിൽ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് ഈ റിലേഷൻ. ബി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അത് നമ്മൾ ആക്സലറേഷന്റെ ഫോർമുല എന്നാണ് എടുക്കുന്നത്. അത് അങ്ങ് കൊടുക്കുന്നു. ഹാഫ് ഇൻറ്റു യു പ്ലസ് ബി. ബി എന്ന് പറയുന്നത് യു പ്ലസ് എ ടി. ബി എന്ന് പറയുന്നത് യു പ്ലസ് എ ടി. ബി എന്ന് പറഞ്ഞാൽ യു പ്ലസ് എ ടി. ഇത്ര. ഈ ബിക്ക് പകരം യു പ്ലസ് എ ടി നമ്മൾ എഴുതി. ബിക്ക് പകരം യു പ്ലസ് എ ടി നമ്മൾ എഴുതി. ഇൻറ്റു ടി. ഇപ്പൊ നമുക്ക് എഴുതാം. ആ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു യു പ്ലസ് യു. ഇതുണ്ടോ, ഈ 2 യു പ്ലസ് യുടെ കൂട്ടിയ 2 യു പ്ലസ് എ ടി. 2 യു കഴിഞ്ഞിട്ട് പിന്നെ എ ടി ഉള്ളു അവിടെ. ഇൻറ്റു ടി. അപ്പൊ നമുക്ക് ഈ ഹാഫ് കൊണ്ട് ഇതിനകത്തേക്ക് ഗുണിക്കാം. ഹാഫ് കൊണ്ട് 2 യുവിനെ ഗുണിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2 യു പ്ലസ് ഈ ഹാഫ് കൊണ്ട് എ ടിയെ ഗുണിച്ചാൽ ഹാഫ് എ ടി മുഴുവനെ പുറത്തുള്ള ടി കൊണ്ട് ഗുണിക്കുന്നു. ബ്രാക്കറ്റ് ഇട്ട് പുറമെ ഒരു ടി ഉണ്ട്. ആ ടി. ഇപ്പൊ ഹാഫിലെ ഈ രണ്ടും പോകുന്നു. പിന്നെ ഈ യു ടി യു ആയിട്ട് ഗുണിക്കുന്നു. രണ്ടും ക്യാൻസലായി. യുവും ടിയുടെ ഗുണിച്ചു. ഇപ്പൊ ഇറ്റ് ഈസ് ഈക്വൽ ടു യു ടി. പിന്നെ ഒരു പ്ലസ് ആണുള്ളത്. പ്ലസ് ഹാഫ് ഇൻറ്റു എ ടി. ഹാഫ് എ ടി. ഇത്
ഇൻറ്റു ടി. ഇപ്പോൾ ഹാഫ് AT സ്ക്വയർ എന്നാകും. UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്നുള്ള ഒരു റിലേഷൻ നിങ്ങൾ പഠിച്ചതായിട്ട് ഓർമ്മിക്കുന്നുണ്ടാകും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണിത്. UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. നമുക്കറിയാതെ നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണും. അത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പം ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിനും എക്സ് ആക്സിസിനും ഇടയ്ക്കുള്ള ഏരിയ അത് ഡിസ്പ്ലേസ്മെന്റ് തരും. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമ്മളൊക്കെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നു, നമ്മളോട് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഏരിയ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അതാണ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ മറ്റൊരു ഗുണം. വെലോസിറ്റി ടൈം ഗ്രാഫ് ഉപയോഗിച്ച് അതിന്റെ ഏരിയ ഉപയോഗിച്ച് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ മൂന്നാമത്തെ ഉപയോഗമാണ് ഈ പറയുന്നത്. സ്ലോപ്പ് ഓഫ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സിലറേഷൻ. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ്, ചെരിവ് എടുത്താൽ നമുക്ക് ആക്സിലറേഷൻ ആണ് കിട്ടുക. ചെരിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ചെരിവ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ്. ഇവിടെ നമ്മൾ എടുക്കുന്നു സ്ലോപ്പ് സമം ടാൻ തീറ്റ. സ്ലോപ്പ് സമം ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്. ഇതാണ് ഈ ട്രയാങ്കിൾ എടുക്കുക. ഓപ്പോസിറ്റ് സൈഡ് ബി മൈനസ് യു ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ഇത് AC, അഡ്ജസന്റ് സൈഡ് ടി. ബി മൈനസ് യു ബൈ ടി ഈസ് ഈക്വൽ ടു എ. ആക്സിലറേഷൻ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ആക്സിലറേഷൻ, സ്ലോപ്പ് നമുക്ക് ആക്സിലറേഷൻ തരും. അപ്പൊ ഇത് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ ഇത് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഈ ചെരിവ് കണ്ടോ, അത് ആക്സിലറേഷൻ തരും. 2, ഇതിന്റെ അടിയിലത്തെ ഏരിയ, എക്സ് ആക്സിസ് ആയിട്ടുള്ള ഏരിയ, അത് ഡിസ്പ്ലേസ്മെന്റ് തരും. ഓർക്കണം, ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ തരും, അതിന്റെ അടിയിലത്തെ ഏരിയ ഡിസ്പ്ലേസ്മെന്റ് തരും. അതാണ് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഗുണം എന്ന് പറയുന്നത്. അതാണ്. അപ്പോൾ ഇതിന്റെ ആക്സിലറേഷൻ പ്ലസ് എ ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഇത് തരുന്നത്. ഇത് പോസിറ്റീവ് വെലോസിറ്റി ഉള്ള ഇനിഷ്യൽ വെലോസിറ്റി ഉള്ള ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഇനി ഇത് നെഗറ്റീവ് വെലോസിറ്റി ഉള്ള നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. അതിന്റെ ആക്സിലറേഷൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ സ്ലോപ്പ് -a തരും, നെഗറ്റീവ് ആക്സിലറേഷൻ തരും. ഇത് വെലോസിറ്റി സെയിം ആയിട്ടുള്ള ഹൊറിസോണ്ടലാണ്. വെലോസിറ്റി എപ്പോഴും സെയിം ആണ്. വെലോസിറ്റി ഇവിടെ 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ, വെലോസിറ്റി എങ്കിൽ എപ്പോഴും 5 തന്നെ ആയിരിക്കും. ഏത് സമയത്ത് നോക്കിയാലും. ഇത് 20 സെക്കൻഡ് ആയിരുന്നപ്പം 5, 10 സെക്കൻഡ് ആയിരുന്നപ്പം നോക്കിയേ 5 തന്നെ, 5 സെക്കൻഡ് ആയിരുന്നപ്പം നോക്കിയേ 5 തന്നെ. വെലോസിറ്റിക്ക് മാറ്റമില്ല. അപ്പം ഇത് യൂണിഫോം മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. അതിന് ആക്സിലറേഷൻ 0 ആണ്, കാരണം വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ല. അടുത്ത ഗ്രാഫാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. മൂന്നാമത്തെ ടൈപ്പ് ഗ്രാഫാണ്. 3 ഗ്രാഫേ ഉള്ളൂ. അതിൽ മൂന്നാമത്തെ ടൈപ്പ് ഗ്രാഫാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഇതൊരു ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ്. നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആക്സിലറേഷൻ നമ്മൾ y ആക്സിസിലൂടെയാണ് എടുത്തിരിക്കുന്നത്, ടൈം എടുത്തിരിക്കുന്നത് x ആക്സിസിലൂടെ. ആക്സിലറേഷൻ y ആക്സിസിലൂടെ എടുക്കുമ്പോൾ നമുക്ക് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് കിട്ടും. ഈ ഗ്രാഫ് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നോക്കിയേ, 0 തൊട്ട് 3 വരെ സെക്കൻഡ് ടൈമിൽ ആക്സിലറേഷൻ സെയിം ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞത് VT ഗ്രാഫിന്റെ സ്ലോപ്പാണ്. ചെരിവാണ്. അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഒരേ ചെരിവുള്ള വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇവിടെ വരിക. ഇവിടെ പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്. അപ്പൊ സ്ലോപ്പ് 4 ഉള്ള ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇവിടെ വരിക. ഇവിടെ നമുക്ക് കിട്ടുക. അപ്പൊ ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. പക്ഷെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കും. ഇവിടുത്തെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫ് എവിടെ സ്ലോപ്പ് എടുത്താലും 4 കിട്ടും. ഇവിടെ സ്ലോപ്പ് എടുത്താൽ 4 കിട്ടും. ഇവിടെ സ്ലോപ്പ് എടുത്താൽ 4 കിട്ടും. ഇവിടെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാലും 4 കിട്ടും. അങ്ങനത്തെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരുമ്പോൾ ഇങ്ങനെ വരും. പക്ഷെ ആക്സിലറേഷൻ എപ്പോഴും സെയിമാ. ഇതിന്റെ ചെരിവ് എപ്പോഴും സെയിം ആണ്, 4 ആണ് ഇവിടെ.
അതുകൊണ്ട് സ്ലോപ്പ് 4 ആണ്. പക്ഷെ ഈ 3 തൊട്ട് 6 വരെയുള്ള സമയത്ത് ആക്സിലറേഷൻ -4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് നെഗറ്റീവ് ആക്സിലറേഷൻ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെയായിരിക്കും. മൈനസ് ഉള്ള കേസ് നെഗറ്റീവ് സ്ലോപ്പുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിരിക്കും ഇവിടെ വരിക. നെഗറ്റീവ് സ്ലോപ്പുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിരിക്കും വരിക. അപ്പൊ എങ്ങനെയാണ് ഇവിടുന്ന് വെലോസിറ്റി കണ്ടുപിടിക്കുന്നതെന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ നമുക്ക് വരാം. എന്ന് AT ഗ്രാഫ് ഗീവ്സ് ആക്സിലറേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഏത് സമയം എടുത്താലും വസ്തുവിന്റെ ആക്സിലറേഷൻ നമുക്ക് തരും. നമുക്ക് കിട്ടും AT ഗ്രാഫിൽ നിന്ന്. 1 സെക്കൻഡ് എടുത്താൽ ആക്സിലറേഷൻ 4, 2 സെക്കൻഡ് എടുത്തുമ്പോൾ ആക്സിലറേഷൻ 4, 3 സെക്കൻഡ് എടുത്താൽ ആക്സിലറേഷൻ 4, 4 സെക്കൻഡ് എടുത്താൽ ആക്സിലറേഷൻ -4, 3.1 സെക്കൻഡിൽ ആക്സിലറേഷൻ -4, 5 സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ -4, 6 സെക്കൻഡ് എടുത്താലും ആക്സിലറേഷൻ -4. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് ഇങ്ങനെ താഴോട്ടുള്ള ആ വരയുടെ ആവശ്യമില്ല. ഇത് 3 വരെ ഇങ്ങനെ വന്നിട്ട് താഴെ നിന്ന് -4 നേരെ ഇങ്ങനെ വരച്ചാൽ മതി. ഗ്രാഫ് കറക്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് എക്സാമിന് തന്ന ഒരു ഗ്രാഫാണ്. അതിനകത്തുനിന്ന് നമുക്ക് എങ്ങനെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാം എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതാണ് ഇനി പറയുന്നത്. 2, ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. അങ്ങനെയാണ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ വെലോസിറ്റി തരും. അപ്പൊ ആദ്യത്തെ 3 സെക്കൻഡ് എടുക്കാം. ആ 3 സെക്കൻഡ് എടുത്തിട്ട് ഇതിന്റെ അടിയിലുള്ള ഏരിയ 3 സെക്കൻഡിലുള്ള വെലോസിറ്റി കിട്ടും. ഇതിന്റെ അടിയിലുള്ള ഏരിയ. ഇതൊരു ചതുരമാണെന്ന് നിങ്ങൾക്ക് അറിയാം. ആ ചതുരത്തിന്റെ നീളം 3 ആണ്, വീതി 4 ആണ്. 3, 4. ഈ സൈഡ് 3, ഈ സൈഡ് 4. അപ്പൊ ഇതിന്റെ ഏരിയ 3 × 4, 3, 4, 12. അപ്പൊ 3 സെക്കൻഡിൽ 12 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. അപ്പൊ അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇത് ഇതിലെ വെലോസിറ്റി ഇങ്ങനെ. ഒറിജിൻ ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. അതിന്റെ മുകൾ ഭാഗം ഇവിടെ വെലോസിറ്റി 12 ആണ്. 3 സെക്കൻഡില് വെലോസിറ്റി 12 ആണ്. ഇത് 12. ഈ വെലോസിറ്റി 12. ഇവിടെ 12 വരും. വെലോസിറ്റിയുടെ 12 വരും. അപ്പൊ ഇതിന്റെ ഏരിയ, ഈ ഗ്രാഫിന്റെ അടിയിലത്തെ ഏരിയ നമുക്ക് വെലോസിറ്റി തരും. 1 സെക്കൻഡിൽ എത്ര വെലോസിറ്റി ആവും നോക്കാം. 1 സെക്കൻഡിൽ ഇതുണ്ടോ, ഇതാണ് 1 സെക്കൻഡിൽ, ഇതാണ് ഗ്രാഫ് ഇവിടം വരെയേ ഉള്ളൂ. ഇതിന്റെ അടിയിലത്തെ ഏരിയ ഇത് 1, ഇത് 4, 4 × 1, 4. അപ്പൊ 1 സെക്കൻഡ് കഴിയുമ്പോൾ 4 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് ആവുള്ളൂ. കണ്ടോ, ഇവിടെ വരും. 1 സെക്കൻഡ് കഴിയുമ്പോൾ 4 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ്. ഇനി 2 സെക്കൻഡിൽ എത്ര സ്പീഡ് ഉണ്ടാവും, എത്ര വെലോസിറ്റി ഉണ്ടാവും നോക്കാം. അതുകൊണ്ട് ഇത്ര ഏരിയയാണ് 2 സെക്കൻഡിൽ. 2 സെക്കൻഡിലെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഇതാണ്. ഇതിന്റെ അടിയിലത്തെ ഏരിയ ഇവിടം വരെ 4, ഇത് 2, ചതുരവ 4, 2, 8. ഇത് 8. 2 സെക്കൻഡ് ആകുമ്പോൾ വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡ് ആവും. ഇനി 3 സെക്കൻഡ് ആകുമ്പോൾ ഇത്രയാണ് ഏരിയ. അപ്പൊ 4 × 3, 3, 12 ആണ് ഏരിയ. അപ്പൊ വെലോസിറ്റി 12. 3 സെക്കൻഡ് ആകുമ്പോൾ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുക ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ നിന്ന്. ഇപ്പം വെലോസിറ്റിയുടെ ഈ വാല്യൂ 12 ആണ്. ഇവിടെ 3 സെക്കൻഡ്. ഇനി ഈ ഭാഗത്തെ ഏരിയ എടുത്താൽ 3 നും 4 നും ഇടയ്ക്കുള്ള 1 സെക്കൻഡില്, 3 നും 4 നും ഇടയ്ക്കുള്ള 1 സെക്കൻഡില് ഇത് -4 ആണ്. ഇവിടെ ടൈം 1 ആണ്. അപ്പം -4 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും സ്പീഡ്. മൈനസ് ഇങ്ങനെ പതുക്കെ ഇങ്ങോട്ട് പോരും. അടുത്ത ഗ്രാഫ് ഇതുപോലെ ആയിരിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വരും. ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഏകദേശം നമുക്ക് ഇങ്ങനെ കാണിക്കാം. അപ്പൊ ഈ ഗ്രാഫുകളെല്ലാം സംബന്ധിച്ച് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് ആവശ്യമാണ്. അപ്പം ഈ ഗ്രാഫുകളും അവയുടെ താരതമ്യ പഠനമാണ് ഇനി തരിക. ഇവിടെ പൊസിഷൻ ടൈം ഗ്രാഫ്, ഇത് XT ഗ്രാഫ്,
ഇത് എക്സ് ടി ഗ്രാഫ്, ഇത് ബി ടി ഗ്രാഫ്, ഇത് എ ടി ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ്, എക്സ് ടി ഗ്രാഫ്, ബി ടി ഗ്രാഫ്, എ ടി ഗ്രാഫ്. ഇനി രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് വേണ്ടുന്നത്. ഒന്ന് സ്ലോപ്പ്, രണ്ട് ഗ്രാഫിന്റെ അടിയിലത്തെ ഏരിയ. ഗ്രാഫിന്റെ അടിയിലത്തെ ഏരിയ, സ്ലോപ്പും ഗ്രാഫിന്റെ അടിയിലത്തെ ഏരിയയും. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് വെലോസിറ്റി തരും. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ നമുക്ക് പ്രസക്തമല്ല, ആവശ്യമില്ല. അത് റെപ്രസെന്റ് ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇല്ല. രണ്ടാമത്തെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ തരും. ആ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇനി ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് പ്രത്യേക ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്നില്ല. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് പ്രത്യേക ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്നില്ല. അതിന്റെ ഏരിയ നമുക്ക് വെലോസിറ്റി തരും. ഇപ്പം പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി തരും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ തരും. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് ആവശ്യമില്ല. ഇനി ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ വെലോസിറ്റി തരും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ ഡിസ്പ്ലേസ്മെന്റ് തരും. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയയ്ക്ക് പ്രത്യേക പ്രസക്തിയില്ല. അപ്പൊ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഗ്രാഫിൽ നിന്നുള്ള നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റീസിനെ കുറിച്ച് ഒരു ബോധ്യം നമുക്കുണ്ടാവും. പൊസിഷൻ ടൈം ഗ്രാഫിന് സ്ലോപ്പ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പിന് കാര്യമില്ല. ഇനി ഏരിയ എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ ഏരിയയ്ക്ക് പ്രത്യേക പ്രസക്തി ഇല്ല. പിന്നെ നമ്മൾ ഈ കാര്യത്തിൽ വെലോസിറ്റി എടുക്കുമ്പോൾ 4 സെക്കൻഡിലെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. 4 സെക്കൻഡിലെ വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ ഈ ആദ്യത്തെ 4 സെക്കൻഡിലെ ഇവിടെ മൂന്നാമത്തെ സെക്കൻഡ് ഇവിടെ വരും. 12 ആണ്, V12 ആണ്. ഇത് പ്ലസ് എ, ഇപ്പുറത്തുള്ള മൈനസ് എ ആക്സിലറേഷൻ ഉള്ള ഗ്രാഫാണ്. ഇവിടെ 3 സെക്കൻഡിലെ കേസാണ്. ഈ 4ാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. വെലോസിറ്റി എന്ന് പറഞ്ഞത് ഈ ഗ്രാഫിന്റെ ഏരിയ ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഗ്രാഫിന്റെ ഏരിയ ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഗ്രാഫിന്റെ ഏരിയ ആണ്. 4 സെക്കൻഡ് ആകുമ്പോൾ ഇത്രയും ഗ്രാഫാണ് വരിക. 0 തൊട്ട് ഇത്രയും ഗ്രാഫ്. ഇപ്പൊ 0 തൊട്ട് 3 വരെ നമുക്കറിയാം ഏരിയ 12 ആണ്. 4 × 3 0 തൊട്ട് 3 വരെ 4 × 3 12 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ്. ഇതിന്റെ ഏരിയ അത്രയാണ് വെലോസിറ്റി. ഇനി ഇവിടെ വരുമ്പോ 4 സെക്കൻഡ് ആകുമ്പോൾ ഇവിടെ 1, ഇവിടെ -4. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ -4. 12 - 4 8 മീറ്റർ പെർ സെക്കൻഡ് വരും. അതാ ഇവിടെ തന്നേക്കണം. 4 സെക്കൻഡില് 8 മീറ്റർ പെർ സെക്കൻഡ് നേരെ വരും. ഇനി 5 സെക്കൻഡ് ആകുമ്പോൾ എത്ര വരും വെലോസിറ്റി? 5 സെക്കൻഡ് ആകുമ്പോൾ ഇവിടെ 12, പിന്നെ ഇവിടെ 2 ഉണ്ട്, ഇത്ര ഏരിയ ഉണ്ട്. അത്ര ഏരിയ എന്ന് പറയുന്നത് ഇവിടെ -4. ഈ ടൈമിന്റെ ആക്സിസ് 2 വരും. -4 × 2 -8. അപ്പൊ 12 - 8 എന്ന് പറഞ്ഞാൽ 4 വരും. ഇവിടെ 4. 12 - 8 4. ഇനി ഇവിടെ 6 സെക്കൻഡ് ആകുമ്പോൾ ഇവിടെ 12 ഉണ്ട്. ഇവിടെ -4 × 3 -12. 12 - 12 0 വരും. അപ്പൊ അങ്ങനെയാണ് ഈ ഗ്രാഫ് വരയ്ക്കുന്നത്. ഈ ഗ്രാഫുകളുടെ ഒരു താരതമ്യ പഠനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം 3 സൈസ് ഗ്രാഫ് ഉപയോഗിച്ചാണ് നമ്മൾ ചലനത്തെ സൂചിപ്പിക്കുക. അത് പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്നിവയാണ് ഈ ഗ്രാഫുകൾ.